തിരുവനന്തപുരം ശ്രീകാര്യത്ത് മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഡ്രെയിനേജ് കുഴിയെടുക്കുന്നതിനിടെയാണ് അപകടം. ടിൻഡു ദാസ് ഉണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഈ തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണോ? ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വിശ്വ ശർമ്മ, ഇന്ന് രാവിലെയാണ് ശ്രീകാര്യത്ത് ഡ്രൈനേജ് മഠത്തിൽ ഡ്രൈനേജ് കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊഴിലാളികൾ മണ്ണിനടിയിലേക്ക് പോയത്. ഒരു 4 അടിയോളം താഴ്ച മണ്ണിനടിയിലാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും എത്തി പരിശോധന നടത്തുന്നുണ്ട്. അതായത് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും കുതിർന്ന മണ്ണായിരുന്നു. അപ്പോൾ ഈ മണ്ണ് ഇവരുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഈ നനവ് കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരോ മറ്റു വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. നിലവിൽ എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. വീട് വളരെ ഇടുങ്ങിയ പ്രദേശമായതുകൊണ്ട് വാഹനങ്ങളും മറ്റും എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തുന്നുണ്ട്. ടിൻഡു, ഇത് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ സ്ഥലം മണ്ണിടിച്ചിലുള്ള പ്രദേശമാണോ? അത്തരത്തിലുള്ള വിലയിരുത്തൽ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ശർമ്മ, ഇത് ആഴത്തിൽ കുഴിയെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ രീതിയിൽ ഈ തൊഴിലാളികൾ കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് കുഴിയുടെ ആഴം കൂട്ടുന്ന സമയത്ത് ഡ്രെയിനേജ് വെള്ളം ഒലിച്ചു പോകാനുള്ള കുഴിയെടുക്കുന്ന പണികളായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുഴിയുടെ ആഴം കൂട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് തൊഴിലാളികളുടെ ശരീരത്തിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ടിയുള്ള ചെമ്മണലാണ്, അതുപോലെ തന്നെ ഈർപ്പമുള്ള മണലായതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശർമ്മ, ടിൻഡു, ഈ മണ്ണ് എടുക്കുന്ന സമയത്ത് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഈ കുഴിയെടുക്കുന്ന സമയത്ത് ഏതാണ്ട് 5ഓളം തൊഴിലാളികൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പേരാണ് കുഴിക്കകത്ത് നിന്ന് മണൽ വാരി പുറത്തേക്കിടുന്നത്. ഈ സമയത്ത് സുരക്ഷാ മാർഗങ്ങളൊന്നും ഉപയോഗിച്ചില്ല. കാരണം സാധാരണയായി ചെയ്യുന്ന പോലെ തന്നെ കുഴിയുടെ ആഴം കൂട്ടുന്ന പണികളിലായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് അരികിൽ നിന്നും മണൽ ഇടിഞ്ഞു വീഴുന്നതെങ്കിലും തൊഴിലാളികൾ കാര്യമാക്കിയില്ല. ഈ മണൽ കോരി മാറ്റുന്ന സമയത്താണ് ശരീരത്തിന് മുകൾ ഭാഗത്ത് നിന്ന് മണൽ ഇടിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ കുഴിക്കകത്തായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശർമ്മ, ടിൻഡു, ഇപ്പോൾ ഈ മണ്ണ് മാറ്റിയതിനു ശേഷം ഈ അടിയിലുള്ളവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടുതലായി സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? നിലവിൽ പുറമേയുള്ള മണ്ണ് മാറ്റിയതിനു ശേഷം തൊഴിലാളികളെ പുറത്തെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നനവുള്ള മണ്ണായതുകൊണ്ട് തന്നെ ആഴത്തിലേക്ക് ഇടിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആഴത്തിൽ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഈ അവരുടെ ശ്വാസം ഉൾപ്പെടെയുള്ള, അതായത് ശ്വാസം മുട്ടാതെ ഉള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിക്കാനാണെങ്കിൽ ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് പെട്ടെന്ന് വാഹനം എത്തിച്ചേരാൻ പറ്റാത്തൊരു മേഖല കൂടിയാണ്. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ മേഖലയിൽ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് പുരോഗമിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു ശർമ്മ, 2 തൊഴിലാളികളാണ് ഡ്രെയിനേജ് കുഴി എടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീണ് മണ്ണിനടിയിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മണ്ണ് മാറ്റിയ ശേഷം ഇവരെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത്. JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.